CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിലാണ് ഐഷ പോറ്റി പങ്കെടുക്കുക. ഇന്ന് കലയപുരം ആശ്രയ സങ്കേതത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഐഷ പോറ്റിക്കൊപ്പം ദിലീപ് ദേവസിയുണ്ട്. ദിലീപ് ദേവസിയ, ഗുഡ് മോർണിംഗ്. ഐഷ പോറ്റിക്കൊപ്പം നമുക്കൊരു ചോദ്യമുണ്ട്. ഇത് എന്തിൻ്റെങ്കിലും സൂചനയാണോ എന്നതാണ് ചോദ്യം. ദിലീപ് ദേവസിയ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി CPMൽ നിന്ന് അകന്നു നിൽക്കുന്ന മുൻ MLA കൂടിയായ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. ഇതെന്തിൻ്റെങ്കിലും ഒരു സൂചനയാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഐഷ പോറ്റി തന്നെ പറയും. ഇതെന്തിൻ്റെങ്കിലും ഒരു സൂചനയാണോ, കോൺഗ്രസിലേക്ക് എത്തുമോ? ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മരിച്ചതിന് ശേഷമുള്ള അനുസ്മരണമാണ്. ആ ഒരൊറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ. അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു MLA എന്നുള്ള നിലയിലാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ കുറച്ച് കാലങ്ങളായി പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിൻ്റെ പ്രമേയം പാസ്സാവുന്നു. ഐഷ പോറ്റിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം അടക്കം വരികയും ചെയ്തു. ഇതൊന്നും ഞാനിവിടെ ഉള്ളപ്പോഴല്ല. എനിക്ക് അന്ന് ഒരു ഡിസംബറിലായിരുന്നാണ് എൻ്റെ ഓർമ്മ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് ഒരു സർജറി വന്ന അന്ന്, ഇപ്പോഴല്ല, ഇപ്പം എല്ലാം ഓക്കെ ആയിരിക്കുന്ന സമയമാണ്. അന്ന് ഇങ്ങനെ വായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഈ വാർത്ത വായിച്ചായിരുന്നു. എന്ത് വാർത്തയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അവരുടെ അഭിപ്രായം അവർ പറഞ്ഞതായിരിക്കാം, ഞാൻ പറഞ്ഞതല്ല. കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരിടത്തേക്കും പോകാൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷനിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആരെങ്കിലും വിളിച്ചിരുന്നു കോൺഗ്രസ്? ഇല്ല. എന്തുകൊണ്ടാണ് CPM പാർട്ടിയിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുന്നത്? എന്താണെന്നറിയാം, ഒരു രാഷ്ട്രീയവും ഇല്ലല്ലോ. എനിക്കിപ്പോൾ ഒരു രാഷ്ട്രീയം, ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആയിരുന്നു. MLA അല്ലാതായിട്ട് 2.5 വർഷത്തോളം ഫുള്ള് ഓടിക്കൊണ്ടിരുന്ന. അത് ഓടുന്നതിനിടയ്ക്ക് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നു, കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ്. അതൊക്കെ ഇപ്പോഴാണ് എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഓടി എത്താനായിട്ട് നല്ല പ്രയാസം. കാരണം പോയി ഒരുപാട് രാത്രി MLA ഒക്കെ ആയിരിക്കുമ്പോഴെന്നാണ് എനിക്ക് എൻ്റേതായ ഒരു സംവിധാനവും നല്ല ഒരു ഡ്രൈവർ, എവിടെ വേണമെങ്കിലും പോയി സമയത്ത് എത്താം. അത് പറ്റുന്നില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മോശമല്ലേ? നമ്മളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ആ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. അത് അത്ര എനിക്ക് പറ്റുന്നില്ലാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ. അങ്ങനെയാണ്. അല്ലാതെ കോൺഗ്രസിൽ BJP, കോൺഗ്രസ് എല്ലാവരും. പക്ഷേ പാർട്ടിക്കാർ, CPMൻ്റെ ഇവിടുത്തെ പാർട്ടിക്കാർ പറയുന്നു ഐഷ പോറ്റിയെ പഴയ പോലെ കിട്ടുന്നില്ല എന്നുള്ളത്. പഴയ ശക്തിയായ കൊട്ടാരക്കരയെ R ബാലകൃഷ്ണപിള്ളയിൽ നിന്ന് കൊട്ടാരക്കരയെ തിരിച്ചു പിടിച്ച ഈ മുൻ MLA കൂടി ശക്തിയായ വനിതയായ ഈ ഐഷ പോറ്റി ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള പരിഭവം. ഒരുപാട് സ്നേഹമുള്ളവരാണ് ഞങ്ങളുടെ സഖാക്കൾ. താഴെ തട്ടിലെല്ലാം പ്രവർത്തിക്കുക. അവരല്ല ഈ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്, ജനങ്ങളുമായിട്ട്. അവരോട് അന്നും ഇന്നും എനിക്ക് ഒരേ സ്നേഹമേ ഉള്ളൂ. കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല. ഇപ്പം ഞാൻ ആളല്ലോ, ഞാൻ കമ്മിറ്റിയിലില്ല, ഞാൻ ഫുൾ എൻ്റെ പ്രൊഫഷനിലാണ്. അവിടെയൊക്കെ നമ്മുടെ സഖാക്കൾ തന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്ന എല്ലാം ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് വിളിച്ചാൽ പോകുമോ? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അവർ വിളിച്ചിട്ടും ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെ വിളിച്ചാൽ നിലവിലുള്ളൊരു കാര്യമല്ലത്. അല്ല, നിലവിലുള്ള ഒരു കാര്യമല്ലത്. എല്ലാ രാഷ്ട്രീയ വിളിച്ചാൽ പോകില്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു സബ്ജക്റ്റ് അവിടെ ഇല്ല. ഇപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉദിക്കുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. ഇപ്പം അങ്ങനെ ഡോക്ടർ അരുൺകുമാർ, ഒരു പുനർചിന്തന ഉണ്ടാവുമോ? എന്തൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ പ്രൊഫഷനും പൊതുപ്രവർത്തനമായിട്ടാണ്. കൊട്ടാരക്കരക്കാർക്കൊരു സങ്കടം ഒക്കെ ഉണ്ട്. കൊട്ടാരക്കരക്കാരുടെ സങ്കടത്തിന് ഒരു കാര്യമില്ല. എന്നെ എപ്പോഴും കാണാം. പക്ഷെ എനിക്ക് അധികാരം ഇല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അവരെ. ജില്ലാ കമ്മിറ്റി ഞാൻ പറഞ്ഞതില്ലേ എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ എങ്ങോട്ടും പോകാൻ ആലോചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടും ആ സമയത്ത് MLA ആയിരുന്നത് കൊണ്ടും തന്നെ വിളിച്ചു, അതുകൊണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഐഷ പോറ്റി നൽകുന്ന വിശദീകരണം. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഏറെ അകന്നു കഴിയുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലൊന്നുമില്ല, അസ്വസ്ഥയാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സാധ്യത ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്.